ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തന്ത്രി കണ്ഠരര് രാജീവർ അറസ്റ്റിൽ. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശബരിമലയിൽ അവസരങ്ങൾ നൽകിയത് തന്ത്രിയാണെന്ന് SIT കണ്ടെത്തി. മുൻ തിരുവിതാംകൂർ ദേവസ്വം പ്രസിഡന്റ് പത്മകുമാറിന്റെ മൊഴിയും തന്ത്രിക്ക് കുരുക്കായി. പ്രാഥമിക ചോദ്യം ചെയ്യലിന് ശേഷം ഉച്ചയോടെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. തിരുവനന്തപുരത്തെ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തെത്തിച്ച തന്ത്രിയെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം കൊല്ലം വിജിലൻസ് കോടതിയിലേക്ക് കൊണ്ടുപോയി. വിവരങ്ങൾ നൽകാൻ RB സനൂപ് ചേരുകയാണ്. സനൂപ്, തന്ത്രിയെ ഇന്ന് പുലർച്ചെ കസ്റ്റഡിയിലെടുക്കുകയും ശേഷം ചോദ്യം ചെയ്യലിന് ശേഷം വൈകിട്ടോടുകൂടി അറസ്റ്റ് രേഖപ്പെടുത്തുകയുമാണ് ഉണ്ടായത്. തന്ത്രിക്ക് ഈ കേസിലെ പങ്കെന്താണ് എന്നാണ് SIT പറയുന്നത്? നൗഫൽ, ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഏറ്റവും വലിയ ഉന്നതനെയാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. അത് മറ്റാരുമല്ല, ശബരിമലയിലെ തൊട്ട് താഴെ, അതായത് അയ്യപ്പന്റെ തൊട്ട് താഴെ ദൈവരൂപമായിട്ട് ഭക്തർ കാണുന്ന തന്ത്രിയെ തന്നെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. തന്ത്രി കണ്ഠരര് രാജീവരുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയത്. രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളിലാണ് അറസ്റ്റ്. ഒന്ന്, ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് ശബരിമലയിലെ ഏത് വസ്തുക്കൾ പുറത്തേക്ക് കൊണ്ടുപോകണമെങ്കിലും അതിന് തന്ത്രിയുടെ അനുമതി വേണം. 2019 ഈ ദ്വാരപാലക ശില്പപാളികളിലെ സ്വർണം പൂശിയ പാളികളും അതിനോടൊപ്പം തന്നെ ഈ കട്ടളയിലെ സ്വർണ്ണപ്പാളികളും പുറത്തേക്ക് കൊണ്ടുപോയത് തന്ത്രിയുടെ അനുമതിയോട് കൂടിയാണെന്നുള്ള കാര്യം പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. ഈ തുടക്കത്തിൽ തന്നെ ചോദ്യം ചെയ്യലിൽ പത്മകുമാർ അടക്കമുള്ള മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും അതേപോലെ ഉദ്യോഗസ്ഥരും ഈ കാര്യം തന്നെയാണ് സൂചിപ്പിച്ചത്. അവിടെ നിന്ന് കിട്ടിയിട്ടുള്ള രേഖകളടക്കം ഇക്കാര്യം സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. തന്ത്രിയുടെ ഒപ്പടക്കമുള്ള കാര്യങ്ങൾ മഹസറിലടക്കം ഉണ്ടാവുകയും ചെയ്തിരുന്നു. പക്ഷേ കഴിഞ്ഞ വർഷം ചോദ്യം ചെയ്തപ്പോൾ ഇത് പുറത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടി മാത്രം അനുമതി നൽകിയില്ല, അത് അറ്റകുറ്റപ്പണി നടത്താൻ വേണ്ട അനുമതി മാത്രമാണ് താൻ നൽകിയതെന്ന കാര്യമായിരുന്നു തന്ത്രി കണ്ഠരര് രാജീവര് പ്രത്യേക അന്വേഷണ സംഘത്തിന് മൊഴിയായി നൽകിയത്. രണ്ടാമത്തെ കാര്യം, ഇതിലെ ഒന്നാമത്തെ പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിലേക്ക് കൊണ്ടുവന്നത് തന്ത്രി കണ്ഠരര് രാജീവരാണെന്നുള്ള പത്മകുമാറിന്റെ മൊഴിയും ഈ അറസ്റ്റിലേക്ക് നീങ്ങാനുള്ള കാര്യത്തിലേക്ക് എത്തിച്ചു. അതിന്റെ കാരണം, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇവിടെ ശക്തി കേന്ദ്രമായിട്ട് മാറിയത് തന്ത്രി കണ്ഠരര് രാജീവരുടെ സഹായത്തോടു കൂടിയാണെന്നുള്ള കാര്യം പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഈ രണ്ട് കാര്യങ്ങളിലും വ്യക്തത വരുത്തുന്നതിന് വേണ്ടി കൂടിയാണ് ഇന്നിപ്പോൾ ഈ കേസിലെ ഏറ്റവും ഉന്നതനായിട്ടുള്ള തന്ത്രി കണ്ഠരര് രാജീവരെ അറസ്റ്റിലേക്ക് നയിച്ചത്. പക്ഷേ അപ്പോഴും രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന്, ഈ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തന്ത്രിക്ക് പങ്കുണ്ടോ, അതേപോലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ചേർന്ന് ഈ ശബരിമല സ്വർണ്ണക്കൊള്ള നടത്തിയതിൽ സാമ്പത്തികമായിട്ടുള്ള എന്തെങ്കിലും നേട്ടം തന്ത്രിക്ക് ലഭ്യമായിട്ടുണ്ടോ, ഇക്കാര്യങ്ങളടക്കം വ്യക്തത വരുത്തേണ്ടതുണ്ട്. അതിനുവേണ്ടിയാണ് ഇനി കൂടുതൽ ചോദ്യം ചെയ്യൽ ആവശ്യമായി വരിക. നിലവിൽ അദ്ദേഹത്തിന് നേരത്തെ നോട്ടീസ് നൽകിയിരുന്നു, ഹാജരാവാൻ ആവശ്യപ്പെടുകയായിരുന്നു. തുടർന്ന് അദ്ദേഹത്തിനെ രഹസ്യ കേന്ദ്രത്തിൽ എത്തിച്ച് ചോദ്യം ചെയ്യുകയും അതിനുശേഷം തിരുവനന്തപുരം ഈഞ്ചയ്ക്കലുള്ള ക്രൈംബ്രാഞ്ചിന്റെ ഓഫീസിൽ എത്തിച്ച് വീണ്ടും 2 മണിക്കൂർ ചോദ്യം ചെയ്ത് അതിനുശേഷമാണ് ഇപ്പോൾ വൈദ്യ പരിശോധനയ്ക്ക് ജനറൽ ആശുപത്രിയിൽ കൊണ്ടുപോവുകയും അവിടെ നിന്ന് കൊല്ലത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്തത്. കൊല്ലം വിജിലൻസ് കോടതിയിൽ അല്പസമയത്തിനകം തന്നെ, ഏകദേശം ഒരു 3/4 മണിക്കൂറിനുള്ളിൽ തന്നെ അവിടെ എത്തി കോടതിയിൽ ഹാജരാക്കാനാണ് തീരുമാനം. തന്ത്രി കണ്ഠരര് രാജീവരെ അല്പസമയത്തിനകം തന്നെ കൊല്ലത്ത് വിജിലൻസ് കോടതിയിൽ എത്തിക്കും.